ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഒരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടാണ് ഞാനിത് തയ്യാറാക്കാൻ പോകുന്നത്. ഒരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിലോ നമുക്ക് ഈ ബീഫ് ബിരിയാണി പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയും കൂടിയാണ്. അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതൊരു 1/2 കിലോ ബീഫുണ്ട്. എല്ലധികം ഇല്ലാത്ത പീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ബിരിയാണിക്ക് എടുക്കുമ്പോൾ ബീഫ് ഈ ഒരു സൈസിൽ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം വെന്ത് കഴിയുമ്പോൾ പീസ് നന്നായിട്ട് ചുരുങ്ങിപ്പോവും. പിന്നെ കൂടുതൽ എല്ലുള്ള പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബിരിയാണിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. ആദ്യം നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് പുരട്ടിയാണ് ബീഫ് വേവിക്കാൻ വെക്കുന്നത്. ഞാനൊരു 2 വലിയ തുടം വെളുത്തുള്ളിയും 2 കഷ്ണം ഇഞ്ചിയുമാണ് പേസ്റ്റാക്കി എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം വേവുള്ള ബീഫാണ്. അപ്പോൾ ഒരു 6 പ്രഷർ വരുന്നവരെ വേവിക്കാൻ വെക്കാം. വേവ് കുറഞ്ഞ ബീഫാണെന്നുണ്ടെങ്കിൽ ഇത്രയും നേരം വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി ബീഫ് വേവുന്ന നേരം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. ചൂടായ പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് മസാലയ്ക്ക് വേണ്ട സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ വലിയ ജീരകം, 1 കഷ്ണം പട്ട, 5 ഏലയ്ക്ക, 5-6 ഗ്രാമ്പു, 1 തക്കോലം, പിന്നെ ഒരു ബേ ലീഫുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ബേ ലീഫ് ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല. പിന്നെ ഇതൊക്കെ ചേർക്കുമ്പോൾ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി സ്പൈസസ് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് മീഡിയം സൈസിലുള്ള 3 സവോള കനം കുറച്ചരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. സവോള കനം കുറച്ചരിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇത് ചെറുതായിട്ട് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് 4 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ കൂടുതൽ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ബിരിയാണിക്ക്. പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിലേക്കിനി ഇതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഓൾറെഡി ബീഫ് വേവിക്കാൻ വെച്ചപ്പോൾ ഉപ്പ് ചേർത്തായിരുന്നു. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് വേണം മസാലയ്ക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അത്യാവശ്യം വഴന്നു വന്ന സവോളയിലേക്ക് നീളത്തിലരിഞ്ഞ 2 തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ തക്കാളി ഉടഞ്ഞു വരുന്നവരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ പേസ്റ്റാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി 2 ടേബിൾ സ്പൂൺ വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മൊത്തത്തിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷമാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്തായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ ഹോം മെയ്ഡ് ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു മസാലയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും തന്നെയായിരിക്കും. പിന്നെ ഈ മസാലയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി എരിവിനനുസരിച്ച് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ട് പൊടിയുടെ പച്ചമണം മാറുന്നവരേക്കും ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ബീഫ് ഒരു 6 പ്രഷർ വരുന്നവരെ ഞാൻ വേവിച്ചെടുത്തായിരുന്നു. അതിനി വഴറ്റിയെടുത്ത മസാലയിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പുളി കുറഞ്ഞ 2 ടേബിൾ സ്പൂൺ തൈരും ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാല നല്ല സ്മൂത്തായിട്ടും നല്ല ടേസ്റ്റിനും കിട്ടും. ഇനി ഇതിലേക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. ഇനി മസാലയൊക്കെ നന്നായിട്ട് ബീഫിലേക്ക് പിടിക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന റൈസാണ്. അരി വേവിക്കാൻ ആവശ്യമായ വെള്ളം ഞാൻ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസും കൂടെ ചേർത്ത് കൊടുക്കാം. ചോറിനാവശ്യമായ ഉപ്പും 1 ടീസ്പൂൺ റിഫൈൻഡ് ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഓയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല ടോസ്റ്റായിട്ട് കിട്ടും. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 500 ഗ്രാം ബസ്മതി റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് നന്നായിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്തതിന് ശേഷമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിനി അത്യാവശ്യം വേകുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 10 മിനിറ്റോളം റൈസ് ബോയിൽ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മുടെ റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. അടുത്തതായിട്ട് നമ്മുടെ ബിരിയാണി സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബീഫ് മസാലയുടെ മുകളിലേക്കാണ്. ഇനി റൈസിൻ്റെ പകുതി ഇട്ട് കൊടുത്തതിന് ശേഷം
അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും ചോപ്പ് ചെയ്ത് വെച്ച ക്യാരറ്റും മല്ലിയിലയും പിന്നെ ഫ്ലേവറിനായിട്ട് കുറച്ച് ബിരിയാണി മസാലയും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ബാക്കിയുള്ള റൈസും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ചുകൂടെ നെയ്യ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം മല്ലിയിലയും പിന്നെ ഞാൻ കുറച്ച് സവോളയും കാഷ്യൂസും കിസ്മിസും നെയ്യിൽ ഫ്രൈ ചെയ്തെടുത്തായിരുന്നു, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ റോസോ പൈനാപ്പിൾ എസൻസോ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതൊന്നും ആഡ് ചെയ്യുന്നില്ല. ലാസ്റ്റ് ഫ്ലേവറിനായിട്ട് കുറച്ചുകൂടെ ബിരിയാണി മസാലയും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഈസി ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. എല്ലാവരും ഈ ഈസി ബീഫ് ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. താങ്ക്